ഓക്കെ, ഇന്ന് നമ്മൾ KTUവിൻ്റെ 2019 സ്കീമിൻ്റെ മെയ് 2023 കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് CET 308 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിക്കാമേ. ദ മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് at a point are 3 megapascal and minus 3 megapascal. Then the maximum shear stress at the point is എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ -3 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, രണ്ട് പ്രിൻസിപ്പൽ, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിവൈഡ് ബൈ 2, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ 3 -3 എന്ന് പറയുമ്പോൾ 6 ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. That is your answer, 3 megapascal. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലമാണ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കണേ. ഓക്കെ, ഫോർ an isotropic material, the relation between the Young's modulus, shear modulus and the Poisson's ratio is given by, അത് ഇതാണ് ഫോർമുല. G is equal to E divided by 2 into 1 plus mu. ഓക്കെ, നെക്സ്റ്റ് വൺ, Young's modulus of elasticity for the perfect rigid body is infinity. Okay, the ratio of lateral strain to the linear strain is called Poisson's ratio. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, lateral divided by linear. ഓക്കെ, ഇത് എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവും, ലീനിയർ ആണോ ആദ്യം വരുന്നത്, ലാറ്ററൽ ആണോ ആദ്യം വരുന്നത് എന്നുള്ള സംശയം വരും. അപ്പം അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ ലെറ്റർ അല്ലേ എ, എപ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ അല്ലേ ആദ്യം വരുന്നത്, അങ്ങനെ വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. എ ആണ് ആദ്യം. അപ്പം ലാറ്ററൽ ഡിവൈഡ് ബൈ ലീനിയർ. സ്ട്രെയിന് കുഴപ്പമില്ല, ലാറ്ററൽ ഡിവൈഡ് ബൈ ലീനിയർ, എ ആണ് ആദ്യം വരുന്നത്. ബിക്കോസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ ആണ് ആദ്യം. അപ്പോൾ ലാറ്ററൽ ഡിവൈഡ് ബൈ ലീനിയർ, അതാണ് നമ്മുടെ പോയ്സോൺസ് റേഷ്യോ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത് ദ വാല്യൂ ഓഫ് പോയ്സോൺസ് റേഷ്യോ ഫോർ ദ കോർക്ക് ആൻഡ് ദ കോൺക്രീറ്റ് ആർ 0 and 1.2. ഓക്കെ, 0 കോർക്കാണ് 0, കോൺക്രീറ്റ് 0.1 to 0.2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1 ആളേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് 0 and 0.1 എന്ന് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇഫ് ദ ഷിയർ ഫോഴ്സ് അലോങ് ദ സെക്ഷൻ ഓഫ് എ ബീം ഇസ് 0, ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെക്ഷൻ ഇസ് മാക്സിമം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഒരു ബീമിനകത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാമിൽ 0 ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFD BMD എന്നല്ലേ നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് ഞാൻ പറയാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, SFZ BMM, ഡിക്ക് പകരം ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം, BMM, SFZ BMM, ZM. ഓക്കെ, നെക്സ്റ്റ് വൺ, the flexural rigidity of a beam having modulus of elasticity E and moment of inertia is expressed as EI. ഇത് നമ്മൾ കുറേ പ്രോബ്ലംനകത്ത് ചെയ്തിട്ടുണ്ടാവും. EI is equal to this value എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഓക്കെ, ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് E into I ആണ്, പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, നെക്സ്റ്റ് വൺ, maximum strain energy stored in a material up to the elastic limit is called proof resilience. Maximum energy elastic limit വരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പേരാണ് പ്രൂഫ് റെസിലൻസ്. The bending moment diagram of a cantilever beam of length L carried a concentrated load at the free end will be right angle triangle. എല്ലാവർക്കും അറിയാലോ, കാന്റിലിവർ ബീം ലോഡ് ഇങ്ങനെയാണ്, ഷിയർ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും, ഒരു റെക്ടാങ്കിൾ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ദിസ് ഇസ് യുവർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഫുള്ളി പ്ലാസ്റ്റിക് മൊമെന്റ് ആൻഡ് ഈൽഡ് മൊമെന്റ് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ ഇൻ എ ഫ്ലെക്ചറൽ ഇസ് 3/2 or 1.5. റേഷ്യോ അതുകൊണ്ട് 3/2 അല്ലെങ്കിൽ വാല്യൂ 1.5 ആണ്. ഫോർ എ ഫ്ലൂയിഡ്, the shear stress was found to be directly proportional to the velocity gradient. The fluid is called ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇതിൽ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് ആണെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ദ ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫേസ് ഓഫ് ദ വെർട്ടിക്കൽ സ്ലൂയിസ് ഗേറ്റ് 2 meter by 1 meter with its top 2 meter surface
0.5 meter below the water level is 19.62 kilonewton. n എന്ന് പറയുന്നത് ഇവിടെ ന്യൂട്ടൺ ആണ്, കിലോ ന്യൂട്ടൺ ആണ്. ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ, P is equal to rho GH. ആ സിമ്പിൾ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൂയിസ് ഗേറ്റ്. 2 മീറ്റർ അറ്റ് ദ ടോപ്പ് സർഫേസിന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ഇങ്ങനെ എടുത്തു, 1 മീറ്റർ ഡെപ്തിന് എടുത്തു. മനസ്സിലാണുണ്ടോ? ക്വസ്റ്റ്യനകത്ത് വിത്ത് ഇറ്റ്സ് ടോപ്പ് സർഫേസ് 2 മീറ്റർ 0.5 മീറ്റർ ബിലോ ദ വാട്ടർ സർഫേസിന് അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ടോപ്പ് സർഫേസ് 2 മീറ്റർ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ പ്രഷർ ഡയഗ്രാം എങ്ങനെയായിരിക്കും? പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും അല്ലേ? നമുക്ക് ട്രയാങ്കിൾ അല്ലേ, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ട്രയാങ്കിൾ. അറ്റ് ദ ഫ്രീ സർഫേസ് 0 ആയിരിക്കും, അറ്റ് ദ ബോട്ടം മാക്സിമം ആയിരിക്കും. ഇത് ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് പ്രഷർ ഓൺ ദ സ്ലൂയിസ് ഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇത്രയും ഭാഗത്തിനകത്തുള്ള ടോട്ടൽ പ്രഷറാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ട്രയാങ്കിളിനകത്ത് ഈ പോർഷൻ വരെ ഇതായിരിക്കും, ഈ പോർഷൻ ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ പോർഷൻ. ഇതിനകത്തുള്ള ടോട്ടൽ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഗേറ്റ്, ടോട്ടൽ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗേറ്റ് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, അതായത് ടോട്ടൽ പ്രഷർ ഇൻ ദിസ് പോർഷൻ അതായത് സ്ലൂയിസ് ഗേറ്റിന്റെ ടോട്ടൽ പ്രഷർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. ദാറ്റ് ഈസ് ദ പ്രഷർ ഇൻ ദിസ് പോർഷൻ ഇൻ ടു ദറ്റ് ഏരിയ. ഓക്കെ, അപ്പൊ ഈ പോർഷന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തുവാ? ബോട്ടമിന്റെ പ്രഷറും ടോപ്പിന്റെ പ്രഷറും മൈനസ് ചെയ്യുമ്പോൾ ഉള്ള അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ബോട്ടത്തിലുള്ള പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കണം? റോ GH. ടോപ്പിന്റെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പോവുക? റോ GH. ഓക്കെ, റോ GHന്റെ ഒറ്റ ഫോർമുല വെച്ചിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സൈഡിലുള്ള ഈ പോയിന്റിൽ വാട്ട് ഈസ് ദ പ്രഷർ എന്ന് പറയുന്നത്, അതായത് ദാറ്റ് ഈസ് ദ പ്രഷർ അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഗേറ്റ് ഈസ് ഈക്വൽ ടു റോ GH. റോ എന്തുവാ? 1000. G എന്തുവാ? 9.81. H എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് അല്ലേ, ഇത്രയും ഹൈറ്റിന്റെ പ്രഷർ ആയിരിക്കും ഈ ടോപ്പ് ഓഫ് ദി ഗേറ്റിൽ ഇരിക്കുന്നത് 0.5. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗേറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ ഹൈറ്റ് 1.5 ആയിരിക്കും. അപ്പം റോ G ഇൻറ്റു 0.5 + 1 ഇത്രയുമാണ്. ഓക്കെ, ഇതിന് ഇടയ്ക്ക് കൂടിയുള്ള പ്രഷർ എത്രയായിരിക്കും? നമ്മൾ ചെയ്യുന്നത് ദിസ് മൈനസ് ദിസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷർ കിട്ടും, ഇൻറ്റു അതിൻ്റെ ഏരിയയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ കിട്ടും. ഇതാണ് സംഭവം. ഓക്കെ, മനസ്സിലായോ? ഈ രണ്ട് പ്രഷറും മൈനസ് ചെയ്തിട്ട് ഏരിയയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദിസ് ഇസ് വൺ മെത്തേഡ്. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്, വൺ മെത്തേഡ്. വാട്ട് ഈസ് ദ അതർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ അല്ലേ, ഈ ഭാഗത്തിലുള്ള പ്രഷറാണ് വേണ്ടത്. അപ്പം ഇത്രയും പ്രഷറല്ലേ വേണ്ടത്. ദാറ്റ് ഈസ് സിമ്പിൾ. റോ GH ഇൻറ്റു ഏരിയ ഇടുമ്പോൾ റോ 1000 ഇൻറ്റു 9.81. ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 ആണ്. ഇത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത്. ഇങ്ങനെയും നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, 19.62 കിലോ ന്യൂട്ടൺ ഇങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷേ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ പ്രൊസീജിയർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. At a certain point, the absolute pressure and the atmospheric pressure is given by രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗേജ് പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ്? ഓക്കെ, ഒരു പോയിന്റ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അബ്സൊല്യൂട്ട് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തന്നിട്ടുണ്ട്. ഗേജ് പ്രഷർ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ഡയഗ്രാം നമുക്ക് വേണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രഷേഴ്സിൻ്റെ ഡയഗ്രാം നമ്മൾ ആദ്യം ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം ഇതാണ് അത് ആ ഡയഗ്രാം. ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ പറയാവേ, അപ്പം ഇതിനകത്ത് പ്രഷർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അബ്സൊല്യൂട്ട് 0 പ്രഷറാണ്. ഓക്കെ, ഇതിലിരുന്ന് നമ്മൾ ഏത് പ്രഷറിനും ഈ പോയിന്റ് എന്റെ അബ്സൊല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാം, പോയിന്റ് ബിന്റെ അബ്സൊല്യൂട്ട് പ്രഷറും കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് യുവർ പോസിറ്റീവ് പ്രഷർ ആണ് ഗേജ് പ്രഷർ. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ താഴോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് യുവർ നെഗറ്റീവ് പ്രഷർ ആണ് നമുക്ക് വാക്വം പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ മുകളിലോട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പോസിറ്റീവ് വാല്യൂവും നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴോട്ട് വരുന്ന എല്ലാ പ്രഷറും നമ്മൾ വാക്വം പ്രഷർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്ന് ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ അബ്സല്യൂട്ട് പ്രഷർ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം ലൈൻ എത്രയാണ് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറെയും ഈ ഗേജ് പ്രഷറെയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ ഓഫ് പോയിന്റ് എ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് ഒരു പോയിന്റ് ഉണ്ട്. ഈ എ പോയിന്റിന്റെ അബ്സല്യൂട്ട് പ്രഷർ എന്താണ് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ കൂടെ ഈ ഗേജ് പ്രഷർ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് ദാറ്റ് പോയിന്റ് ആ എ പോയിന്റിന്റെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. ഓക്കെ, ഈ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ട്. ഈ പോയിന്റിന്റെ അബ്സല്യൂട്ട് പ്രഷർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ആ വാക്വം പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത് വെക്കണേ. ഇതാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. അപ്പൊ ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിൽ നിന്ന് ഒരു പോയിന്റിന്റെ അബ്സല്യൂട്ട് പ്രഷർ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പോസിറ്റീവ് പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്ലസ് ദറ്റ് പോസിറ്റീവ് പ്രഷർ ദാറ്റ് ഈസ് യുവർ ഗേജ് പ്രഷർ ആഡ് ചെയ്യണം. നെഗറ്റീവ് പ്രഷർ ആണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ദറ്റ് വാക്വം പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രോബ്ലമിനകത്ത് അവർ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ എന്ന് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എത്രയാ അബ്സല്യൂട്ട് പ്രഷർ എത്രയാ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം അല്ലേ? അപ്പൊ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ ഓഫ് ദ പോയിന്റ് എത്രയാ? 850 ആണ്. അപ്പം ഇത്രയും ഭാഗം 850 mm ഓഫ് മെർക്കുറിന്ന് അവർ തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാ? 700 mm ഓഫ് മെർക്കുറിന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാ? എന്തുവാ ഇത്? എളുപ്പമല്ലേ? 850 മൈനസ് 700, സോ ദിസ് വിൽ ബി 150. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. Floating body will remain in stable equilibrium if the metacenter is above the center of buoyancy. Okay, center of buoyancy നെക്കാട്ടിലും കൂടുതലായിരിക്കുമ്പോഴാണ് ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിനകത്ത് ഇരിക്കുന്നത്. Which of the following laws states that the pressure or the intensity of pressure at a point in a static liquid fluid is equal in all directions? ഇതെന്തുവാ ഇത്? Pascal's law. Intensity of pressure equal in all directions. Pressure P. Pascal. Intensity of pressure equal in all directions. P. ഓർത്ത് വെച്ചാൽ മതി. Okay, intensity of pressure equal in all directions is the Pascal's law. അതെന്തുവാ? P is equal to rho GH. അത് വെച്ചിട്ടല്ലേ നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലമിന്റെ ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, the height of the hydraulic jump is equal to difference in conjugate depth. Okay, height of the hydraulic jump is equal to difference in conjugate depth. What is the cross-sectional area of a channel if its hydraulic radius and wetted perimeter is 300 and 860 cm respectively? Hydraulic radius nu പറയുന്നത് എന്തോ? hydraulic radius R. wetted perimeter nu പറയുന്നത് P. What is the cross-sectional area? നമുക്ക് അറിയാലോ. R is equal to hydraulic mean depth or hydraulic radius is equal to area divided by wetted perimeter. ഇത് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്തിട്ടുണ്ടല്ലോ.
ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവർ നമ്മൾ കൺഫ്യൂസ് ചെയ്തിരിക്കുക. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് റേഡിയസിന് മീൻ ഡെപ്തിന് കൊടുക്കാതെ അവർ റേഡിയസിന് നമ്മൾ കൺഫ്യൂസ് ചെയ്തിരിക്കുക. പക്ഷെ രണ്ടും ഒന്നാണ് കേട്ടാ. ഹൈഡ്രോളിക് മീൻ ഡെപ്തും ഹൈഡ്രോളിക് റേഡിയസും ഒരേ പേരാണ്, ആറാണ്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ വെട്ടഡ് പെരിമീറ്റർ. അപ്പൊ ആറ് തന്നിട്ടുണ്ടല്ലോ. ആർ എത്രയാണ് നമുക്ക്? 300 ആണ്. 300 സെന്റിമീറ്റർ ആണ്. ഏരിയ ഡിവൈഡഡ് ബൈ വെട്ടഡ് പെരിമീറ്റർ ഇസ് 860 സെന്റിമീറ്റർ. അപ്പൊ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈ ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ റെപ്രസെന്റ്സ് ദ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇൻ എ നോൺ റെക്ടാംഗുലർ ചാനൽ? ഓക്കെ, ഇതാണ് സംഭവം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. Q2T ഡിവൈഡഡ് ബൈ GA³ ഒരു ഇക്വേഷൻ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഏത് ചാനൽ ആയാലും നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്ക് ഇതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q2T ഡിവൈഡ് ഇസ് ഈക്വൽ ടു GA³. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ട്. Q2T ഡിവൈഡ് ബൈ GA³ ഇസ് ഈക്വൽ ടു 1. ഓർക്കുന്നുണ്ടോ? Q2T ഡിവൈഡ് ബൈ GA³ ഇസ് ഈക്വൽ ടു 1 ഇസ് എ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് അവരിങ്ങനെ തിരിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, Q2 ഡിവൈഡ് ബൈ G ഇസ് ഈക്വൽ ടു A³ ഡിവൈഡ് ബൈ T. മനസ്സിലാണുണ്ടോ? എ റെക്ടാംഗുലർ ചാനൽ വിൽ ബി മോസ്റ്റ് എക്കണോമിക്കൽ വെൻ ദ ഫ്ലോ ഡെപ്ത് ടു ദ ചാനൽ ബോട്ടം വിത്ത് ഇൻ ദ റേഷ്യോ. ഇത് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാംഗുലർ ചാനലിനകത്ത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോൾവ് ചെയ്തിട്ട് എന്താ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? B is equal to 2D. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? B is equal to 2D. അതായത് നമ്മുടെ റെക്ടാംഗുലർ ചാനലിന്റെ വിത്ത് ഈ ഡെപ്തിന്റെ ട്വൈസ് ആയിരിക്കുമ്പോൾ ദാറ്റ് ചാനൽ വിൽ ബി മോസ്റ്റ് എക്കണോമിക്കൽ ചാനലിന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡെപ്ത് ടു ബോട്ടം വിത്ത്. അപ്പൊ B ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പോൾ D ഡിവൈഡ് ബൈ B ഇസ് ഈക്വൽ ടു 1/2. അതാണ് റേഷ്യോ. ഓക്കെ, റെക്ടാംഗുലർ ചാനലില് എപ്പോഴാണ് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ ആണത്? മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ എന്ന് പറയുന്നത് എന്തുവാ? കോസ്റ്റ് കുറയ്ക്കണം, ഡിസ്ചാർജ് കൂട്ടണം. അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ റെക്ടാംഗുലർ ചാനലിന് നമ്മുടെ വിത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ ഡെപ്തിന്റെ ട്വൈസ് ആയിരിക്കണം. അതായത് ഡെപ്ത് 1.5 മീറ്റർ ആണെങ്കിൽ വിത്ത് 3 മീറ്റർ ആയിരിക്കുമ്പോൾ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ. ഓക്കെ, ഇത് എപ്പോഴും മറക്കുന്നത് B is equal to 2D കണ്ടീഷനാണ്. അപ്പൊ ഇത് വെച്ചിട്ട് അവര് നമ്മള് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ റേഷ്യോ ആയിട്ട് അങ്ങനെ ചോദിച്ച് നമുക്ക് ചെയ്യാലോ. B is equal to 2D അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 1:2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ കേസ് അവര് ബ്രെത്ത് ടു ഡെപ്ത് റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 വരും. അങ്ങനെ അവര് ചോദിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ബ്രെത്ത് അതായത് ചാനലിന്റെ ബോട്ടം വിത്ത് ടു ദ ഡെപ്ത് ഇസ് ഈക്വൽ ടു 2:1 ആയിരിക്കും. 2. ഓക്കെ, a horizontal pipe carrying water has a velocities of 2 meter per second and 1 meter per second at the left and right ends. The pressure head difference is. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെൽറ്റ P, that is your pressure difference, is equal to formula rho into V1 square minus V2 square divided by 2 ആണ്. ഇതാണ് ഫോർമുല. ഈ ഡെൽറ്റ P എന്ന് പറയുന്നത് എന്തുവാ? rho G into delta H അല്ലേ? rho G into delta H is equal to ഈ ഫോർമുല നമ്മൾ അങ്ങനെ എഴുതുക. V1 square minus V2 square divided by G. ഇതിൽ റോ ക്യാൻസൽ ആകത്തില്ലേ? ഈ G ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ഡെൽറ്റ H is equal to V1 square minus V2 square divided by 2G ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ V1 എത്രയാ? 2 ആണ്. അപ്പൊ 2 square minus 1 square divided by 2G. ഇത് എത്രയാ? 2 square na 4 minus 1 divided by 2G. That is 3/2. 3 divided by 2G ആണ്. അങ്ങനെയല്ലേ വരുന്നത്? 3 divided by 2G. അതാണ് 1.5 divided by G. മനസ്സിലായോ? അപ്പം ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫോർമുല ഇത് ആൻസർ മാത്രം നോക്കല്ലേ, ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയാലേ നമുക്ക് ഇതുപോലത്തെ അടുത്ത പ്രോബ്ലമിനെ എങ്ങനെയെങ്കിലും അവർ ടെസ്റ്റ് ചെയ്ത് കേട്ടാലും നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ?
അപ്പോൾ എന്ത് പ്രോബ്ലം അവർ എങ്ങനെ കൺഫ്യൂസ് ചെയ്ത് കൊടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം, error due to bad ranging is compensation. Okay, if a quadrantal bearing of a line is north 35 degree west, then the whole circle bearing. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ക്വാഡ്രന്റൽ ബിയറിംഗ് ഹോൾ സർക്കിൾ ബിയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, നോർത്ത്, സൗത്ത് ആണ്. അപ്പം ഇങ്ങനെ തീറ്റ ആണെങ്കിൽ, ദാറ്റ് ഈസ് നോർത്ത് തീറ്റ ഈസ്റ്റ് ആണെങ്കിൽ ആ തീറ്റ അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, 30 ഡിഗ്രി, ദാറ്റ് ഈസ് വിച്ച് ഇസ് ബിലോ 90 ഡിഗ്രി. ഓക്കെ, നോർത്ത് ഫോർ എക്സാമ്പിൾ നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് വെച്ചാൽ ഹോൾ സർക്കിൾ ബിയറിംഗിൽ 60 ഡിഗ്രി ആണ്. മനസ്സിലായോ? ഇത് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ്, ഇത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. മനസ്സിലായോ? ഇപ്പം ഇത് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, സൗത്ത് തീറ്റ ഈസ്റ്റിന് കൊടുക്കുവാണെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗിൽ എങ്ങനെ മാറ്റണമെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിന് നമുക്ക് 180 ഡിഗ്രി അല്ലേ, 180 ഡിഗ്രി മൈനസ് തീറ്റ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം അവർ സൗത്ത് ഇങ്ങോട്ട് എഴുതട്ടെ, സൗത്ത് 30 ഡിഗ്രി ഈസ്റ്റിന് കൊടുക്കുവാണെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 180 മൈനസ് 30, അപ്പോൾ 150 ഡിഗ്രിയാണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും പോർഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പം ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ തീറ്റയാണെങ്കിൽ ദാറ്റ് ഈസ് സൗത്ത് തീറ്റ ബെസ്റ്റ് ആയിരിക്കുമ്പോൾ, ഓക്കെ, സൗത്ത് തീറ്റ ബെസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ പ്ലസ് ഈ തീറ്റ, അപ്പോൾ 180 ഡിഗ്രി പ്ലസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാണ്, ഞാൻ ഇവിടെ എഴുതാം, സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗിനകത്ത് 180 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി, അപ്പോൾ എത്ര വരും? 210 ഡിഗ്രി. അതാണ് തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, നോർത്ത് തീറ്റ വെസ്റ്റ്. എപ്പോഴും ക്വാഡ്രന്റൽ റെഡ്യൂസ്ഡ് ബിയറിംഗിനകത്ത് സൗത്ത് നോർത്താണ് ആദ്യം വരുന്നത്. ഓക്കെ, സൗത്ത് നോർത്താണ് ആദ്യം വരുന്നത്. അങ്ങനെയാണ് അവർ ബിയറിംഗ് ഒക്കെ അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഫോർത്ത് ക്വാഡ്രന്റിനകത്ത് നോർത്ത് തീറ്റ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 360 ഡിഗ്രിയിലേന്ത് ഇത്രയും തീറ്റ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 360 ഡിഗ്രി മൈനസ് തീറ്റയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ നോർത്ത് 20 ഡിഗ്രി വെസ്റ്റിന് തരുവാണെങ്കിൽ, നോർത്ത് 20 ഡിഗ്രി വെസ്റ്റിന് തരുവാണെങ്കിൽ 360 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി എത്രയാണ്? 340 ഡിഗ്രിയാണ്. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇത് എപ്പോഴും ഓർത്തിക്കണേ, മറക്കരുത്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ തീറ്റ അങ്ങനെ ഇട്ടാൽ മതി. സെക്കൻഡ് ക്വാഡ്രന്റ് സൗത്ത് തീറ്റ ഈസ്റ്റിന് തരുവാണെങ്കിൽ എപ്പോഴും അങ്ങനെ അവർ തരത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 180 സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സൗത്ത് തീറ്റ വെസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ആണ്, അപ്പോൾ 180 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, നോർത്ത് തീറ്റ വെസ്റ്റിന് അവർ തരുവാണെങ്കിൽ 360 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഏത് കേസാണ്? നമുക്ക് നോർത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രിയിലിരുന്ന് ഈ 35 ഡിഗ്രി മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എത്രയാ ചെയ്യുമ്പോൾ 360 മൈനസ് 35 ചെയ്യുമ്പോൾ 325 ആണ്. മനസ്സിലായോ? Isogonic lines are the lines passing through point having same declination. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ഒരു കോംപ്രിഹെൻസീവിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇത് മാത്രമല്ലാതെ ബാക്കി എന്തൊക്കെയാ ലൈൻസ് ഉള്ളതെന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കണ്ടേ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഐസോഗോണിക് ലൈൻ എന്ന് വെച്ചാൽ ഐസോഗോണിക് എഗോണിക്. ഓക്കെ, ഡിക്ലിനേഷൻ എന്ന് വെച്ചാൽ എഗോണിക് ഐസോഗോണിക്. എഗോണിക് എന്ന് വെച്ചാൽ 0 ഡിക്ലിനേഷൻ, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം ഡിക്ലിനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പോയിന്റ് ഹാവിങ് 0 ഡിപ്പ് സെയിം ഡിപ്പ്. 0 ഡിപ്പിനും റെപ്രസെന്റ് ചെയ്യുന്നത് എക്ലീനിക് ലൈൻ. അപ്പോൾ സെയിം ഡിപ്പ് എന്ന് പറയുമ്പോൾ എ മാറ്റിയിട്ട് ഐസോക്ലീനിക് ലൈൻ. ഓക്കെ, 0 ഡിപ്പ് എന്ന് വെച്ചാൽ എക്ലീനിക് ലൈൻ, സെയിം ഡിപ്പ് എന്ന് വെച്ചാൽ ഐസോക്ലീനിക് ലൈൻ. ഓക്കെ, ഈ അക്ലീനിക് ലൈൻ എന്നുള്ള വേറൊരു പേരാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. ഓക്കെ,
Sensitivity of a bubble tube can be increased by increasing the diameter of the tube. Okay, അല്ലെങ്കിൽ ആ ലെവൽ ട്യൂബിൻ്റെ റഫ്നെസ് കുറയ്ക്കുവാണെങ്കിലും നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാം. ഓക്കെ, ഇൻ കേസ് ഇത് കൊടുക്കാതെ ഇത് കൊടുത്തിരുന്നാലും നമുക്ക് ആൻസർ ഉണ്ട്. ഇൻക്രീസിങ് ദ ഡയാമീറ്റർ ഓഫ് ദ ട്യൂബ് ആൻഡ് ഓൾസോ ഡിക്രീസിങ് ദ റഫ്നെസ് ഓഫ് ദ വാൾസ് ഓഫ് ദ ട്യൂബ്. അതായത് സ്മൂത്ത്നെസ് കൊടുക്കുവാണെങ്കിലും നമുക്ക് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം. Okay, when h is the difference in height between the extremities of a chain length L, then the correction for the slope required is h square divided by 2L ആണ് formula. Okay, the horizontal distance between the two consecutive contours is called horizontal equivalent. Okay, horizontal equivalent എന്ന് വെച്ചാൽ horizontal distance between the two consecutive. അതായത് vertical distance എന്ന് വെച്ചാൽ contour interval ആണ്. Okay, vertical distance എന്ന് ചോദിച്ചാൽ vertical equivalent അല്ല, contour interval on. A contour line can cross one another on a map only in the case of vertical cliff. Cliff വരുമ്പോഴാണ് contour line cross ആവും. Cross C cliff ന cross ആവും. Okay, overhanging cliff ആണെങ്കിൽ overlap ആവും. O okay, overhanging cliff ആണെങ്കിൽ overlap ആകും. ക്രോസ് ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ക്ലിഫിലാണ്. ഓക്കെ, ഈ വാലി എന്ന് പറയുമ്പോൾ ലോയർ വാല്യൂസ് ഇൻസൈഡ് ആയിരിക്കും. ഓക്കെ, 80 അകത്തായിരിക്കും, 90, 100, 110 ഇങ്ങനെ പോകും. ഹില്ലാണെങ്കിൽ ഹയർ വാല്യൂസ് അകത്തായിരിക്കും. ഓക്കെ, H ഹയർ വാല്യൂസ് 100 ഇങ്ങനെയായിരിക്കും, അടുത്ത് ഇങ്ങനെ കുറഞ്ഞു വരും, 90, 80 ഇങ്ങനെ കുറഞ്ഞു വരും. ഹൈ H ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കണം. The probable error of any observation of weight W is given by ES divided by root W. Okay, ഇത് ഈ ഫോർമുല ഓർത്ത് വയ്ക്കാം. The minimum number of satellites needed for the GPS to determine its position precisely 4. മിനിമം 4 ഇരിക്കണം, എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ GPS. ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനകത്തുണ്ട് കേട്ടോ. Which of the following indicates the principle of GPS? ട്രൈലാറ്ററേഷൻ അതായത് മൂവ് ചെയ്യുന്ന ഓബ്ജക്ട്സും ലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഈ പ്രിൻസിപ്പൽ. നമ്മൾ സർവേയിനകത്തുള്ളത് റിസെക്ഷൻ അല്ലേ, ഇത് ട്രൈലാറ്ററേഷൻ. ഇഫ് ദ പോറോസിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ ഇസ് 20%, the void ratio is 0.25 ആണ്. ദാറ്റ് ഇസ് 25% ആണ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. വോയിഡ് റേഷ്യോ E is equal to n divided by 1 minus n. Okay, a certain soil has a following properties. G തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്തുവാ? E is equal to WG by SR. ദാറ്റ് ഇസ് SR is equal to WG by E അല്ലേ. W തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, പക്ഷെ E തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം അവർ n തന്നിട്ടുണ്ട്. അപ്പോൾ E വെച്ചിട്ട് നമ്മൾ ഈ ഫോർമുല നേരത്തെ നമ്മൾ നോക്കിയില്ലേ, n തന്നിട്ടുണ്ടല്ലോ, അതിലെന്ത് E കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിച്ച് ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടും. ദാറ്റ് ഈസ് 81.3. ഓക്കെ, ദ ടഫ്നെസ് ഇൻഡെക്സ് ഓഫ് എ ക്ലേയി സോയിൽസ് ഇസ് ഗിവൻ ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫ്ലോ ഇൻഡെക്സ്. ടഫ്നെസ് പ്ലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ ഫ്ലോ. ഓക്കെ, the consistency of a saturated cohesive soil is affected by രണ്ടും ഉണ്ട്. ഓക്കെ, വാട്ടർ കണ്ടന്റും ഉണ്ട്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഓക്കെ, ഇപ്പം രണ്ടിലെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. കൺസിസ്റ്റൻസി is affected by water content and particle size distribution. As per the Indian standard classification system, an expression for the AL line is ഇതാണ്. IP is equal to 0.73 into WL minus 20. Okay, IP is equal to 0.75 into WL minus 20. A fine graded soil has a liquid limit of 60 and plastic limit of 20. As per the plasticity chart, according to IS classification, the soil is represented by the letter symbol CH. CH ആണ് ആൻസർ. ഇത് എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ആ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ആ വാല്യൂസ് നമുക്ക് ഇതാണ് ആ ചാർട്ട്. ഓക്കെ, ഈ പ്ലാസ്റ്റിസിറ്റി
ചാർട്ടിന് അവർ പറഞ്ഞില്ലേ അത്. ഇതാണ് ആ ലൈൻ, എ ഐ ലൈൻ. ഓക്കെ, ആ എ ഐ ലൈനാണ് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, 0.73 × WL - 20. ഈ എ ലൈനിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നോർമലായിട്ട് നമ്മൾ ഐ പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഐ പി ഓഫ് ദ സോയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 60 - 20, അപ്പോൾ 40 നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഐ പി ഓഫ് എ ലൈൻ വെച്ചിട്ട് നമുക്ക് ഐ പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യൂസിങ് ദറ്റ് ഫോർമുല ഓൾസോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഐ പി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഈ ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 0.73 × 60 - 20 ഇടുമ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഐ പി ഓഫ് ദ വാല്യൂ, നോർമലാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂവും ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ പി ഗ്രേറ്റർ ആണ് ഇതിനകത്ത്. ഐ പി ഓഫ് ദ സോയിൽ ഇസ് ഗ്രേറ്റർ ദാൻ ആസ് പെർ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് അത് ഐ പി വാല്യൂ. അതുകൊണ്ട് ഇറ്റ് ലൈസ് എബോവ് ദ എ ലൈൻ. ഈ പോർഷനിലാണ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് എവിടെയായിരിക്കുന്നത്? ഈ WL ഗ്രേറ്റർ ദാൻ 50 അല്ലേ, ഈ 50 മുകളിൽ പോകുമ്പോൾ CH ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഡാർസീസ് ലോ ഫോർ എ ഫ്ലോ ത്രൂ ദ പോറസ് മീഡിയ ദ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഇത് അങ്ങനെ അവർ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫോർമുല അറിയാലോ, Q is directly proportional to the velocity gradient അല്ലേ, ΔH/L. ഈ പ്രൊപ്പോർഷണലിറ്റി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് K നമ്മൾ വെക്കുന്നത്. Q is equal to K into I into A. അപ്പോൾ Q/A is equal to KI, so V is directly proportional to I. Velocity is directly proportional to hydraulic gradient. Directly proportional to the hydraulic gradient. ഈ ഫോർമുല നമ്മൾ ഓർത്ത് വെക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർമിയബിലിറ്റി ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്ചാർജ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. Q is equal to KIA, KIA. ഓക്കെ, quicksand condition occurs when the upward seepage pressure in the soil becomes equal to the submerged unit weight of the soil. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം അത്രയൊന്നും ഇല്ല. നല്ല ശ്രദ്ധിച്ച് നോക്ക്. ഇതിനകത്ത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്, ഇതിനകത്ത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്. ഓക്കെ, സീപ്പേജ് പ്രഷർ അപ്വേർഡ് വേർഡ് ഇരിക്കണം. ഓക്കെ, ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് പ്രഷറാണ്. Upward seepage pressure becomes equal to the submerged unit weight of the soil. Root time method is used for determining coefficient of consolidation. വേറൊരു മെത്തേഡും ഉണ്ട്, ലോഗരിതം ഓഫ് ടൈം മെത്തേഡ് അല്ലെങ്കിൽ റൂട്ട് ടൈം മെത്തേഡും കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, ഇൻ എ കോമ്പാക്ഷൻ ടെസ്റ്റ് ദ കോമ്പാക്ഷൻ എഫക്റ്റ് ഇസ് ഇൻക്രീസ്ഡ്, ദ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഡിക്രീസസ്. കോമ്പാക്ഷൻ എഫർട്ട് ഇൻക്രീസ് ആകുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഡിക്രീസ് ആവും. ഓക്കെ, ബട്ട് വാട്ട് വിൽ ഇൻക്രീസസ് എന്ന് വെച്ചാൽ ഹയർ ദ മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഇൻക്രീസ് ആവും. ഓക്കെ, ഇൻ കേസ് ഇത് കൊടുക്കാതെ നിങ്ങളുടെ മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്താകും എന്ന് ചോദിച്ചാൽ അത് മാക്സിമം കൂടും എന്ന് പറയുന്നത്. അങ്ങനെയും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, the property of fresh concrete in which water in the mix tends to rise to the surface while placing and the compaction is called bleeding. Factor of safety of steel for a steel as compared to concrete is lower. Factor of safety steel with respect to concrete ne compare ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ വാല്യൂ കമ്മിയാണ്. സ്റ്റീലിന് 1.15 ആണ്, കോൺക്രീറ്റിന് 1.5 ആണ്. ഓക്കെ, ഫൈനസ് ഓഫ് സിമെന്റ് ഇസ് ടെസ്റ്റഡ് ബൈ എയർ പെർമിയബിലിറ്റി മെത്തേഡാണ്. ഓക്കെ, ഫൈനസ് ഓഫ് സിമെന്റ് ഇസ് ടെസ്റ്റഡ് ബൈ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സീവിങ് വെച്ചും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് എന്തിനാ? ലീചാട്ലിയർ മെത്തേഡ് സൗണ്ട്നെസ് ഓഫ് സിമെന്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് എന്ത് ചെയ്യുമോ? നമ്മൾ സെറ്റിംഗ് ലിമിറ്റ് ടൈം കണ്ടുപിടിക്കാം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത്
സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം വാട്ടർ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വിക്കറ്റ് അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് മെഷേർഡ് ബൈ സ്ലം ടെസ്റ്റ്. ഓക്കെ, ദ ടേം used to denote the finishing of mortar joints of either stone masonry or brick masonry is called pointing. Okay, idana pointing. Which of the following is not the bogus compound? appo aadyam ee bogus compound nu endana nammal ariyende. nammal nerthe concrete technology nathu cement water തണ്ണിയും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അവിടെ കുറേ കെമിക്കൽ പ്രോസസ്സൊക്കെ നടക്കത്തില്ലേ? അപ്പോൾ നമുക്ക് കുറേ കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ആകത്തില്ലേ? അതാണ് ബോഗസ് കോമ്പൗണ്ട്. ഓക്കെ, C3S, C2S, C3A, C4AF ഈ കോമ്പൗണ്ടാണ് ബോഗസ് കോമ്പൗണ്ട്. ഓക്കെ, C3S എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, C2S എന്ന് പറയുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, C3A എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം അലുമിനേറ്റ്, C4AF എന്ന് പറയുന്നത് ടെട്രാ കാൽഷ്യം അലുമിനോഫെറേറ്റ്. ഓക്കെ, ഈ ട്രൈകാൽഷ്യം CaO, സിലിക്കേറ്റ് SiO2, ട്രൈ എന്ന് പറഞ്ഞതുകൊണ്ട് 3 CaO SiO2, ഡൈകാൽഷ്യം CaO ഇങ്ങനെയുള്ള 2 സിലിക്കേറ്റ് SiO2. ഓക്കെ, ട്രൈകാൽഷ്യം 3 CaO അലുമിനേറ്റ് Al2O3. ഓക്കെ, ടെട്രാ കാൽഷ്യം 4 CaO അലുമിനോ Al2O3, ഫറേറ്റ് Fe2O3. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഇതുപോലെ തരാം, അല്ലെങ്കിൽ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയും തരാം. അപ്പം എന്ത് കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് അറിയാനുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എല്ലാം നമ്മൾ ഓർത്തിക്കണം. C2S, C3S, C3A, C4AF. C എന്ന് പറഞ്ഞാൽ CaO, S എന്ന് പറഞ്ഞാൽ SiO2. ഓക്കെ, A എന്ന് പറഞ്ഞാൽ Al2O3, F എന്ന് പറഞ്ഞാൽ Fe2O3. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത്രയും കോമ്പൗണ്ട്സ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻക്ലൂഡഡ് ആണ്, അതില്ലാത്തതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആ ക്വസ്റ്റ്യനകത്ത് അത് തന്നിട്ടേ ഇല്ല. അവർ തന്നിട്ടില്ലല്ലോ. ട്രൈകാൽഷ്യം ഉണ്ട്, ഡൈകാൽഷ്യം ഉണ്ട്, ട്രൈകാൽഷ്യം അലുമിനേറ്റ് ഉണ്ട്, ഡൈകാൽഷ്യം അലുമിനേറ്റ് ഇത് ഇല്ല, ഡൈകാൽഷ്യം അലുമിനേറ്റ് ഇല്ല. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ കോമ്പൗണ്ട് ആദ്യം ക്രിയേറ്റ് ആകത്തില്ല. അപ്പം ഇതിനകത്ത് അവർ തന്നതുകൊണ്ട് നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഡമ്മി ആക്ടിവിറ്റീസ് ആർ യൂസ്ഡ് ടു ആ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. പാത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡസ് നോട്ട് കൺസ്യൂം ടൈം ഡ്യൂറേഷൻ. ഒരു ടൈം ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കുന്നില്ല, അതിന് എന്തൊരു റിസോഴ്സും ഉണ്ടെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റീസ് ആർ യൂസ് ടു മെയിൻറ്റെയിൻ ദ നെറ്റ്വർക്കാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡെഫിനിഷനാണ്. ദ ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ദ സക്സീഡിംഗ് ആക്ടിവിറ്റി ഈസ് നോൺ ആസ് ഫ്രീ ഫ്ലോട്ട്. Which of the following is not a type of a contract എന്ന് വെച്ചാൽ ഓപ്പൺ കോൺട്രാക്ട് ആണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്കറൻസ് ഓഫ് എ കംപ്ലീഷൻ ഓഫ് എൻ ആക്ടിവിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് എൻഡ് ഈവൻറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എൻഡ് ഈവൻറ്റ് ആണ്. അതുകൊണ്ട് അതിനകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നൺ ഓഫ് ദീസിന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഹെഡ് ഈവൻറ്റിനുള്ള സംഭവം ഇല്ല. ഓക്കെ, ടെയിൽ ഈവൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഓഫ് എൻ ആക്ടിവിറ്റി ആണ് ടെയിൽ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡുവൽ റോൾ ഈവൻറ്റ് എന്ന് പറയുന്നത് ടെയിലും എൻഡും ചേർത്തിട്ടുള്ളതാണ് ഡുവൽ റോൾ ഈവൻറ്റിന്. ഈ ഈവൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിയോ അല്ല കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിയോ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈവൻറ്റിനുള്ള ഒരു സംഭവം, ഒരു പേര്. ഈവൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ എ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിയാണ് ഈവൻറ്റ്. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ടെയിൽ ഈവൻറ്റും എൻഡ് ഈവൻറ്റും. ഓക്കെ, ഈ ടെയിൽ ഈവൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഓഫ് ആൻ ആക്ടിവിറ്റിയാണ്, എൻഡ് ഈവൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഈവൻറ്റ് ഇതാണ് ഡുവൽ റോൾ ഈവൻറ്റ്. മനസ്സിലായോ? കോളേജിലല്ല വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് എടുത്തതാണ്. ഓക്കെ, ഞാൻ MBCTയിൽ വർക്ക് ചെയ്തിട്ട്
ഇപ്പം അവിടെ അല്ല, ഞാനിപ്പോൾ ഇന്ത്യയിലല്ല, ഇപ്പോൾ ഡബ്ലിനിലാണ്. അപ്പം എൻ്റെ കരിയർ ടീച്ചിങ് ആയതുകൊണ്ട് ഞാൻ ചുമ്മാ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങി പിള്ളേർക്ക് യൂസ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് മെയിലിലോട്ട് സെൻഡ് ചെയ്താൽ മതി. ഞാൻ ലിങ്കിനകത്ത് എൻ്റെ മെയിൽ ID കൊടുക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. അപ്പോൾ അത് നോക്കിയിട്ട് ആ മെയിൽ ID-യിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾ അതിനോട്ട് ഇട്ടാൽ മതി. ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.